നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി എന്ന് തന്നെ പറയാം അല്ലേ? വ്യത്യസ്തങ്ങളാർന്ന നിറങ്ങളുള്ള പൊടികളാകും ഹോളി സമയത്തെ പ്രധാന കാഴ്ചകൾ. പക്ഷെ ചിലർക്ക് ഈ പൊടികളൊക്കെ അലർജിയാകും. എന്നാൽ തികച്ചും പ്രകൃതിദത്തമായ ഹോളി പൗഡർ ഉണ്ടെങ്കിൽ കുറെ പേർക്കെങ്കിലും അത് ഉപയോഗിക്കാനാകും. ഈ നാച്ചുറൽ ഹോളി പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. പിങ്ക് നിറത്തിലുള്ള പൊടി തയ്യാറാക്കാനായിട്ട് ബീട്രൂട്ട് ജ്യൂസും, പച്ച നിറത്തിന് ചീര കൊണ്ടുള്ള ജ്യൂസും, മഞ്ഞ നിറത്തിന് മഞ്ഞളുമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ പൗഡർ തയ്യാറാക്കാൻ ആവശ്യമായത്ര മൈദ എടുക്കാം. 2 ബൗൾ നിറയെ ഇവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ബൗൾ നിറയെ ചീര ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഒഴിച്ച ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നല്ല ഒരു പച്ച നിറമായി വരുന്നുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ പരത്തി ഒഴിച്ചു കൊടുക്കാം. നന്നായി പരത്തിയതിനു ശേഷം ഇത് മാറ്റിവെക്കാം. അടുത്തതായി അതേ അളവിൽ തന്നെ മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ബീട്രൂട്ട് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി മുഴുവനായിട്ട് നല്ല റെഡ് കളറിൽ കിട്ടണം. ഒരുപാട് കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ല ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇതും ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് മാറ്റിവെക്കാം. ഈ 2 മിക്സുകളും ഒരു 2 മുതൽ 3 ദിവസം വരെ നന്നായിട്ട് ഉണങ്ങാനായിട്ട് അനുവദിക്കണം. നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് മഞ്ഞൾ കൊണ്ടുള്ള പൊടി. അതിനായി ആവശ്യത്തിന് മൈദപ്പൊടി ഒരു ബൗളിൽ എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല മഞ്ഞ നിറമായിട്ട് വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പൗഡർ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ കഴിയും. ഓർഗാനിക് ഹോളി കളർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും എത്രത്തോളം നമുക്ക് അവയെ വിശ്വസിക്കാനാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത്തരത്തിലുള്ള ഹോളി പൗഡറുകൾ തികച്ചും നാച്ചുറലാണ്. ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളും വീട്ടിൽ ഈ പൗഡറുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.